എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വന്ത് മാരിമുത്തുവിൻ്റെ സംവിധാനത്തിൽ വന്ന ഡ്രാഗൺ സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ റിവ്യൂ കുറച്ച് ലേറ്റായതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ കാണാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ OTTയിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ പടം കണ്ടു. ശരി, അപ്പോൾ അതിനെക്കുറിച്ചൊരു റിവ്യൂ ഇട്ടാലോ എന്ന് തോന്നി അതുകൊണ്ട് ഇടുന്നു. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പടത്തിൻ്റെ കഥയിലേക്ക് കിടക്കാം. ഈ പടത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് പടത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ട് നമ്മുടെ കഥാനായകൻ ഒരു സ്കൂൾ ചെറുക്കനായി കാണിക്കുന്നു. അതായത് എന്താ പറയുക, നല്ല അമ്മാഞ്ചി പോലെ വഴിച്ച് ക്ലീൻ ഷേവിംഗ് ഒക്കെ ചെയ്ത് വളരെ പാവപ്പെട്ടവനെ പോലെ കാണിക്കുന്നു. അവൻ വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് നല്ല പഠിക്കുന്നു, ഗോൾഡ് മെഡലൊക്കെ വാങ്ങുന്നു. ഗോൾഡ് മെഡൽ വാങ്ങിയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി പ്രേമാഭ്യർത്ഥന നടത്തുന്നു. ഞാൻ എന്നെ പോലെ ഗോൾഡ് മെഡലൊക്കെ വാങ്ങി, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ പെണ്ണ് പറയുന്നു, എനിക്ക് നിന്നെ പ്രേമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആ പെണ്ണ് വേറൊരു തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അവിടെ കണ്ടാവും അവനെ പോലെ ഉണ്ടാണെന്ന് പറയും. അവനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഈ പുള്ളങ്ക പോലെ ഒരു റഗഡ് ബോയിനെ കാണിക്കും. അപ്പോൾ ഇവന് ഭയങ്കര ടെൻഷനായി. വീട്ടിൽ പോയിരുന്ന് അവൻ്റെ ഫ്രണ്ട് അടുത്ത് സംസാരിക്കുമ്പം, എടാ നല്ലവർക്കൊന്നും ഇവിടെ കാലമില്ല, എന്താ പറയുക, റൗഡികൾ പോലെയുള്ളവന്മാർക്കുള്ളൂ ഇവിടെ കാലം എന്ന് പറയും. അപ്പോൾ ഉടനെ അവൻ്റെ കൂട്ടുകാരൻ പറയും, അത് നീ പേടിക്കണ്ട, നീ കോളേജിലേക്കല്ല പോകുന്നത്, അവിടെ നീ അതേപോലെ ജീവിക്കുക എന്ന് പറയും. എന്നിട്ട് ഇവൻ്റെ ഈ ഡി രാഘവൻ എന്നുള്ള പേര് വന്നിട്ട് ഡ്രാഗൺ എന്ന് മാറ്റി എന്നിട്ട് കോളേജിലേക്ക് പോകുന്നു. അവിടെ കോളേജിൽ അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് എന്താ പറയുക, ഇവനൊരു റൗഡി തലവനെ പോലെ അങ്ങനെ അവൻ്റെ ജീവിതം കൊണ്ടുപോകുന്നു. ഏകദേശം കോളേജൊക്കെ കഴിയാറായി, 48 അരിയറുണ്ട് നമ്മുടെ ചെക്കന്. അങ്ങനെ കോളേജ് ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇവന് കോളേജിൽ വെച്ചിട്ടൊരു പ്രേമമുണ്ട്. കോളേജിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ജോലിയൊന്നും ഇല്ലാണ്ട് ഒരു 3 വർഷം കഴിയും. ജോലിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പെണ്ണ് വിചാരിക്കും, ഇവന് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, ഇവനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാ പോവും എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പോയി ഇവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, കാരണം നീ ഇങ്ങനെ നടക്കുന്നുണ്ട്, എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് പറയും. അങ്ങനെ അവസാനം ഇവർ പിരിയാൻ നേരത്തെ ആ പെണ്ണൊരു അഡ്വൈസൊക്കെ കൊടുക്കും. അതായത് നമ്മുടെ ജീവിതം മറിഞ്ഞു പോകുന്ന രീതിയിലാണെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് വിടും. അപ്പോൾ ആ ഡയലോഗ് തന്നെ നമ്മുടെ കഥാനായകൻ വേദവാക്യമായിട്ട് എടുത്തിട്ട് കഥാനായകൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്ത് അതിൽ നിന്ന് വലിയ ആളാവുന്നു. അങ്ങനെ താൻ ചെയ്ത ആ തെറ്റ് അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുന്നു. അതിനുശേഷം എന്തായി എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ കഥ. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് വന്നിട്ട് മറ്റേ നമ്മുടെ ഡോൺ പടത്തിൻ്റെ ഡബ്ബിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഡോൺ പടത്തിലും അതേപോലെ തന്നെയാണ്, എന്താ പറയുക, ഒരു വിദ്യാർത്ഥി, ഒരു പ്രിൻസിപ്പൾ, ഇതിലും അത് തന്നെയാണ്. പക്ഷേ രണ്ടും പടത്തിൻ്റെ തിരക്കഥ ടോട്ടൽ വേരിയാണ്. പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ട സിനിമ പോലെയും, അതായത് നമുക്കിത് അടുത്ത് നടക്കാൻ പോകുന്നു, ഇതാണ് കഥ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഇൻ്റർവെല്ല് വിടുന്നതിൻ്റെ കുറച്ച് മുമ്പ് നല്ലൊരു ട്വിസ്റ്റും ടേണിങ്ങും കൊടുത്ത് ആ ഇൻ്റർവെല്ല് സമയത്ത് വന്ന ട്വിസ്റ്റ് വെച്ചിട്ട് അവർ സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന് പടത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പടം എങ്ങോട്ട് പോകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ തിരക്കഥ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. അതായത് വന്നിട്ട് നമ്മുടെ കഥാനായകൻ വന്നിട്ട് ചെയ്ത തെറ്റുകളൊക്കെ വന്നിട്ട് വേറൊരു ക്യാരക്ടർ മുഖേന, അതായത് കുട്ടി ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാരക്ടർ മുഖേന സ്ക്രീൻ പ്ലേ ചെയ്തത്. അതേപോലെ കോളേജ് വെൽക്കം ഡേയിൽ വന്നിട്ട് കോളേജ് പ്രൊഫസറായ മിഷ്കിൻ വന്നിട്ട് എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദാഹരണം കാണിച്ച് പറയുന്നത്, അതൊക്കെ. അതായത് പടത്തിൻ്റെ പ്രീ ക്ലൈമാക്സ് വരെ വന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സിനുള്ള മൂവിയായിട്ട് കൊണ്ടുപോകും. പക്ഷേ ആ പ്രീ ക്ലൈമാക്സിൽ നിന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഉള്ളൊരു പടമായിട്ട് അവസാനത്തെ 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സാധാരണ എല്ലാ പടങ്ങളിലും നമ്മൾ വിചാരിക്കും ഹീറോ വന്നിട്ട് തെറ്റ് ചെയ്താലും തറക്കേടില്ല എന്നുള്ളൊരു രീതിയിൽ നമുക്ക് തോന്നും. പക്ഷേ ഇതിലങ്ങനെ, എന്താ പറയുക, അങ്ങനെ പറയാണ്ട്, അതായത് തെറ്റ് ചെയ്തത് ആരായാലും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം, അതിനുള്ള പരിഹാരം കാണണം എന്നൊക്കെയുള്ളൊരു, എന്താ പറയുക, അഡ്വൈസ് തരാണ്ട് ഒരു നന്നായിട്ട് തന്നെ ഇമോഷണൽ രീതിയിൽ നമുക്കത് കൊണ്ടുപോയിരുന്നു. ആ എമോഷണൽ സീൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു ഇത്
കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് വന്നിട്ട് സാധാരണ യങ്സ്റ്റേഴ്സിന് മാത്രമുള്ള പടമല്ല, എല്ലാവർക്കും ഉള്ള പടമാണ്. അതായത് തെറ്റ് ചെയ്തവൻ ആരായാലും അത് തിരുത്തണം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ അത് നമ്മൾക്ക് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഈ പടം ടെക്നിക്കലായിട്ട് നല്ലൊരു ക്വാളിറ്റിയോടെ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതേപോലെ സോങ്സും എല്ലാം നന്നായിട്ടുണ്ട്. ഒരേ ഒരു സോങ്സ് മറ്റും നമ്മുടെ സിദ്ധ് ശ്രീറാം വന്നിട്ട് കുറച്ച് അലുമ്പാക്കിയിട്ട് പോയ പോലെ തോന്നി. അതായത് ആണാണോ പെണ്ണാണോ പാടുന്ന എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. അത്രയേ ഉള്ളൂ കേട്ടോ. അതേപോലെ അവരുടെ ഫ്രണ്ട്സുകളായാലും ശരി, അതേപോലെ ആ കുട്ടി ഡ്രാഗൺ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്ന ആളാണെങ്കിലും ശരി, അതേപോലെ അനുപമയാണെങ്കിലും ശരി, മിഷ്കിനാണെങ്കിലും ശരി, പിന്നെ നമ്മുടെ ഗൗതം വാസുദേവ മേനോനാണെങ്കിലും ശരി, എല്ലാവരും അവരവരുടെ ക്യാരക്ടറിൽ അടിപൊളിയായിട്ട് അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ ആ മിഷ്കിൻ്റെ ആ ക്യാരക്ടർ, മിഷ്കിന് മാത്രമേ ഉള്ളൂ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരയ്ക്കും കൊണ്ടുവരുന്ന രീതിയിൽ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറൊന്നും പറയാനില്ല. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വന്നിട്ട് ഒരു കഥാനായകൻ എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാണ്ട്, ഒരുത്തൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കിട്ടും, ശിക്ഷയും കിട്ടും എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് സന്മാർഗ സന്ദേശമായിട്ട് തരാണ്ട് നല്ല ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് നന്നായിട്ട് തന്നെ പടം ഉണ്ട്. അതേപോലെ ഇത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. കുറച്ച് സീനുകളൊക്കെ കുറച്ച് വൾഗറായിട്ടുണ്ടാവും, എന്നാലും പടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ 16+ ആണ്. അപ്പോൾ ശരി എന്നാൽ ബൈ.